ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മോളുടെ ബർത്ത്ഡേ വീഡിയോ എല്ലാവരും കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ബർത്ത്ഡേ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നല്ല ഒരു ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഒരു അതിഥി വന്നതാണ് വീട്ടിൽ. ഇതൊരു ഫിഷ് മേടിച്ചതാണ്. എന്ത് ഫിഷാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്ത് അതൊക്കെ ചെയ്തു. അപ്പോൾ അവൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് വരുന്ന ദിവസം അവൾ ചെറിയ ക്ലീനിങ് ഒക്കെ ഹെൽപ്പ് എനിക്ക് ചെയ്ത് തരാറുണ്ട്. ഞാനും പിന്നെ ചെറിയ അവൾക്ക് പറ്റുന്ന വർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഒന്നും ചെയ്യിപ്പിക്കാതെയല്ല, ചെറിയ കാര്യങ്ങൾ അവൾക്ക് പറ്റുന്നത് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഉച്ചത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി, ഫുഡൊക്കെ ഇവർക്ക് എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിച്ച് അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി. അങ്ങനെ ഒരു ക്ലീനിങ് ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു അമ്പലം പോലെ നമുക്കൊന്ന് ഫീലാവും നമ്മളുടെ വീട്. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി നമ്മൾ ആദ്യം പോയ അമ്പലമാണ് ഈ ഒരു അമ്പലം. ഇവിടെ പോയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തൊഴുതു, ഒരു സമാധാനം കിട്ടി. അപ്പോഴത്തേക്ക് ഈ മഞ്ചാടി അവിടെ കുറേ അവരുടെ ആ ഒരു അമ്പലത്തിൻ്റെ സറൗണ്ടിങ്ങിൽ കുറേ മഞ്ചാടി കിട്ടി. ഇവൾക്ക് പിന്നെ അത് കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ആ മഞ്ചാടി. അപ്പോൾ അത് കളക്ട് ചെയ്യലായിരുന്നു അവളുടെ മെയിൻ ഹോബി ആയിരുന്നത്. അപ്പോഴും ഞാനും പിന്നെ ഓക്കെ കുറച്ചൊന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും വിട്ടു. ഇടയ്ക്ക് ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഷീ വാസ് ബിസി ഇൻ കളക്ടിങ് മഞ്ചാടി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അങ്ങ് വിട്ടു. അന്ന് എനിക്ക് നല്ലൊരു കഴുത്ത് വേദനയായിരുന്നു. ചെറിയൊരു കഴുത്തിൽ നീരുമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്യാവശ്യം വണ്ണം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. അകത്തോട്ട് എനിക്ക് എന്തായാലും ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ അമ്പലത്തിലെ പോലും. ലൈക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ലല്ലോ ഒരു അമ്പലത്തിലും. അപ്പോൾ അങ്ങനെ അവൾ കളക്ട് ചെയ്ത് അമ്മ 10 കിട്ടി 15 കിട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനും അങ്ങനെ വിട്ടു. പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയ അമ്പലമായിരുന്നു മുരുകൻ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അന്നൊരവസരം കിട്ടിയപ്പോഴത്തേക്കും പോകാമെന്ന് വിചാരിച്ച് പോയി. ഇവിടെയൊക്കെ പോയത് ഞാനും മോളും ചേട്ടനും 3 പേരായിട്ടാണ് പോയത്. പിന്നെ ചേട്ടന് പിന്നെ അത്ര ഇതിലോട്ടൊന്നും വരാൻ അത്ര ഇൻട്രസ്റ്റ് അല്ല. പക്ഷേ ഓക്കെയാണ് അങ്ങനത്തെ ഒരിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെയാണ് അമ്പലത്തിൻ്റെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. ഒരു വൈകിട്ട് സമയമാണ്. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് വൈകിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം തൊഴുതു നന്നായിട്ട്. അകത്തൊക്കെ നല്ല പോലെ കണ്ടു, തൊഴുതു. സോ എനിക്കങ്ങനെ വലുതായിട്ട് എടുക്കാനൊന്നും എനിക്കറിയത്തില്ല. ഏത് പൊസിഷനിൽ എടുക്കണം അതൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പോണ്ട് പോലെ ഉണ്ടായിരുന്നു. അവിടെ വാട്ടർഫോൾസൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോഴവർ ഓൺ ചെയ്തില്ലായിരുന്നു. ഒരു താമര ഒക്കെ ഉള്ള ഒരു ചെറിയൊരു കുളവും പിന്നെ ശിവലിംഗവും അതിൻ്റെ മേലെ കൂടെ ഒരു പൈപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ വെള്ളം വന്ന അഭിഷേകം പോലെ ആണോ എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് ടെമ്പിൾ വന്നത് മഹാദേവൻ ടെമ്പിളായിരുന്നു. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഈ അമ്പലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള അമ്പലങ്ങൾ തന്നെയാണ്. അങ്ങനെ പിന്നെ മൂന്നാമത്തെ ടെമ്പിൾ അവിടെ തൊഴുതിട്ട് മൂന്നാമത്തെ ടെമ്പിളാണ് ഞങ്ങൾ മഹാദേവൻ ടെമ്പിളിൽ വന്നത്. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ അകത്തോട്ട് നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സ് ഒന്ന് എടുത്തു. പിന്നെ അമ്പലക്കുളം ഉണ്ടായിരുന്നു, അതൊന്ന് എടുത്തു. നമുക്ക് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് പോയത് കൊണ്ട് ഒരു ക്ലൈമറ്റ് കൊള്ളായിരുന്നു. നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ബോംബെയിൽ ഇങ്ങനത്തെ എൻട്രൻസ് ഒന്നും നമുക്ക് കാണാനേ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ആ ട്രഡീഷണൽ എൻട്രൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ചേട്ടനും ഉണ്ട് കൂടെ. പക്ഷേ പുള്ളിക്കാരന് അകത്ത് പെട്ടെന്ന് അങ്ങ് കയറിപ്പോയി. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് ഇനി അടുത്തത് ഒന്ന് ഫോട്ടോ കിട്ടുമ്പോഴത്തേക്കും ചേട്ടനെയും കൂടെ എടുക്കാം എന്ന്. അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ 4ാമത് പോയ അമ്പലമാണ് ഈ അമ്പലം. ഇത് പിന്നെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗണപതി അമ്പലം പഴവങ്ങാടിയിലാണ് ഞങ്ങൾ പോയത്. അവിടെ എൻട്രൻസ് ആണിത്. നല്ല തിരക്കായിരുന്നു. പക്ഷെ നന്നായിട്ട് തന്നെ എല്ലാ അമ്പലത്തിലും തൊഴാൻ എനിക്ക് പറ്റി. നല്ല ദർശനം തന്നെ കിട്ടി. അങ്ങനെ അവിടെ ഞങ്ങൾ തൊഴുതിട്ട് ആ വെളിയിൽ ഉള്ള ഒരു ചെറിയ സ്പേസിൽ കുറച്ച് നേരം നമ്മൾ എന്തായാലും എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് 1-2 ഫോട്ടോസും അമ്പലത്തിൻ്റെ ആ ഒരു സറൗണ്ടിങ്സും ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ചേട്ടനും ഉണ്ട്. ഞങ്ങൾ 3 പേരായിട്ട് ഒരുമിച്ചാണ് അന്ന് പോയത്. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് പോയപ്പോഴത്തേക്കും നമുക്കും നല്ലൊരു എനർജി ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഫ്രഷ് ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 5th അമ്പലം, അതായത് 5ാമത്തെ അമ്പലം ഞങ്ങൾ പോയത് ആറ്റുകാൽ അമ്പലമാണ്. അതും ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും, ട്രിവാൻഡ്രത്തു നിന്നല്ല കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ആറ്റുകാൽ ക്ഷേത്രം.
അപ്പോൾ അവിടെയാണ് ഞങ്ങൾ 5ാമത് പോയത്. അവിടെ പോയപ്പോഴത്തേക്കും ഏകദേശം നേരം ഒന്ന് ഇരുട്ടി. ഞങ്ങൾ 4:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ചൊരു ഈവനിങ് ടൈം തന്നെ ആയി. ഏകദേശം നട അടയ്ക്കാറുള്ള ആ ഒരു ടൈമായിരുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഡിന്നർ അവിടെ പ്രസാദമുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു. അങ്ങനത്തെ ഒരു നല്ലൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.